വർഷഫലത്തിൽ ആദ്യം മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് ഈയൊരു വർഷത്തിൽ സാമ്പത്തിക നേട്ടം നല്ല രീതിയിൽ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾക്ക് ബിസിനസ്സിൽ അല്ലെങ്കിൽ ജോലി സംബന്ധമായി ഏത് രീതിയിലായാലും ശരി സാമ്പത്തികമായൊരു ഉയർച്ച കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തികമായി നല്ലൊരു ഉയർച്ചയെല്ലാം ഈ ഒരു വർഷത്ത് കാണുന്നുണ്ട്. സാമ്പത്തികമായി നല്ലൊരു നേട്ടം ഈ ഒരു വർഷക്കാലഘട്ടം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. എന്നാൽ സംസാരത്തിലൂടെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരത്തിലൂടെ എല്ലാം നല്ല രീതിയിൽ ആ ബിസിനസ്സിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുവാനും ലാഭങ്ങൾ നേടുവാനും കഴിയും. ജോലി ചെയ്യുന്ന വ്യക്തികൾ, പ്രൈവറ്റ് മേഖലയിലെല്ലാം ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് അവരുടെ കഴിവ് മുഖാന്തരമൊക്കെ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും ഈ ഒരു വർഷക്കാലഘട്ടം. കുടുംബ സ്വത്ത് ലഭിക്കുവാനുള്ള സാധ്യതയെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് കരുതിയിരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി വളരെ താമസമായിരുന്നതോ ഇതെല്ലാം നിങ്ങളിൽ തന്നെ എത്തിച്ചേരും. കൂടാതെ നിങ്ങൾക്ക് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വസ്തു, വീട് ഇതെല്ലാം വാങ്ങുവാനും എല്ലാം അനുയോജ്യമായ ഒരു വർഷം തന്നെ, ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയായിരിക്കും. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ എന്തെല്ലാം ഭാഗ്യങ്ങൾ വന്നു ചേർന്നാലും ആരോഗ്യപരമായ കാര്യത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ആരോഗ്യപരമായ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. കൂടാതെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിലും നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള മോശ അഭിപ്രായങ്ങൾ കേൾക്കുവാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല നിങ്ങൾക്ക് അവിടെ ഒരു അപമാനം ഏൽക്കുവാനോ ജോലി സ്ഥലത്ത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള സാധ്യതയെല്ലാം കൂടുതലായി കാണുന്നു. സാമ്പത്തികമായി ഉറച്ചു വരുന്നു, അതിനോടൊപ്പം തന്നെ മറ്റ് രീതിയിൽ ജോലി സംബന്ധമായ ബിസിനസ് സംബന്ധമായാലും നമുക്കൊരു മാനഹാനി ഉണ്ടാകുക അല്ലെങ്കിൽ മനസ്സിനൊരു തൃപ്തി ഇല്ലാത്തൊരവസ്ഥ ഇതൊക്കെ വരുവാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ദുഃഖങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാതെ സന്തോഷകരമായിരിക്കുമ്പോഴായിരിക്കും വളരെ ദുഃഖകരമായ വാർത്തകൾ നിങ്ങൾ കേൾക്കുകയും മനസ്സിൻ്റെ സന്തോഷം നഷ്ടപ്പെടുവാനും എല്ലാം സാധ്യത ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു എന്നുണ്ടെങ്കിലും ധൂർത്തുകൾ അതിനേക്കാളും കൂടുതലുണ്ടാകും. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ, ആവശ്യമില്ലാതെ മറ്റുള്ളവരെ സഹായിക്കുക, ആവശ്യമില്ലാത്ത സാമ്പത്തികം ചിലവാക്കിക്കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ ചിലവ് കൂടുതൽ, മറ്റ് കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നെഗറ്റീവായി വരുവാൻ സാധ്യതയുണ്ട്. അതെല്ലാം സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ശത്രുക്കൾ നിങ്ങളെ അതിജീവിക്കുവാൻ സാധ്യത കൂടുതലാണ്. അതായത് നിങ്ങൾക്ക് കൂടെ നിൽക്കുന്ന ആൾക്കാർ ശത്രുക്കളായി വരികയും അവരുടെ ആ ഒരു ചതിവിലെല്ലാം പോയി അകപ്പെടുകയും അതിൽ മനോവിഷമം ഉണ്ടാകുകയും എല്ലാം ചെയ്യുന്ന ഒരു സമയം തന്നെയായിരിക്കും. അതുമൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. രഹസ്യ ഇടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ പ്രശ്നത്തിലാകുകയും അവരത് പബ്ലിസിറ്റി ചെയ്യുകയും നിങ്ങൾക്ക് അതിൽ മുഖാന്തരം പേരുദോഷങ്ങൾ കേൾക്കുവാനും സാധ്യത വളരെ കൂടുതലാണ്. വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. ക്ഷമയോടുകൂടി തന്നെ ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുക. നിങ്ങൾ എടുത്തു ചാടി ചെയ്തു കഴിഞ്ഞാൽ വളരെ അപകടത്തിൽ പോയി പെടുവാനെല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അപകട സാധ്യതയെല്ലാം ചെന്ന നേരത്തെ ആദ്യമേ പറഞ്ഞു പോലെ ആരോഗ്യപരമായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. വാഹനം ഓടിക്കുന്നവർ, വീട്ടിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റെപ്പൊക്കെ കയറുന്നവർ, അതുമാത്രമല്ല ഈ ചെറിയ നിത്യവും ജോലി ചെയ്യുന്ന ഈ കെട്ടിട തൊഴിലാളികൾ പോലുള്ള ആൾക്കാർ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം അവർക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. സാമ്പത്തിക നേട്ടം ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് കൂടുതലായി ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റ് ചെറിയ പ്രശ്നങ്ങളും ജീവിതത്തിൽ വരുവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം മാറുന്നതിന് ശിവക്ഷേത്രത്തിൽ ആത്മാർത്ഥമായി ഭഗവാനെ പ്രാർത്ഥിക്കുക. ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക. തിങ്കളാഴ്ച ദിവസം മുടങ്ങാതെ ശിവക്ഷേത്ര ദർശനം നടത്തുക. ജലധാരയോ അല്ലെങ്കിൽ പുഷ്പാഞ്ജലി അർപ്പിക്കുകയോ ഭഗവാന് നമ്മുടെ ഈ നാൾ വരുന്ന ദിവസങ്ങളിൽ വഴിപാടുകൾ അർപ്പിക്കുകയോ ആത്മാർത്ഥമായി ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയോ എല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ നല്ല രീതിയിൽ ഈ ഒരു വർഷക്കാലഘട്ടം തടസ്സങ്ങളൊന്നും കൂടാതെ സന്തോഷകരമായി, മാനസികപരമായി നല്ല സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കും.